നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മലപ്പുറം അതിപ്പറ്റയിൽ വീടിനുള്ളിൽ സ്ത്രീ മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടത് ആൾതാമസമില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി അമ്പിളിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. സഹപാഠികളും ഹോസ്റ്റൽ വാർഡനും മാനസികമായി പീഡിപ്പിച്ചെന്ന് പരാതി. മനോരോഗിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടന്നെന്നും കുടുംബം. തിരുവനന്തപുരം ബാലരാമപുരത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് മരിച്ചത് രാമപുരം സ്വദേശി കുമാർ. മുഖത്ത് റോഡ് പണിക്കെടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. മുതലപ്പോഴി അഴിമുഖം മുഴുവനായി മണൽത്തിട്ടായി. കടലിലേക്കുള്ള വള്ളങ്ങളുടെ വഴി തടഞ്ഞു. മത്സ്യബന്ധനം പ്രതിസന്ധിയിൽ. നാളെ വിഷു ആഘോഷത്തിനൊരുങ്ങി മലയാളികൾ. വിപണിയിൽ കണിക്കൊന്ന മുതൽ കണിവെള്ളരി വരെ വിൽപ്പന സജീവം. പടക്ക വിപണിയിൽ ട്രെൻഡായി പുതിയ ഇനങ്ങൾ. വാർത്തകൾ വിശദമായി. മലപ്പുറം അതിപ്പറ്റയിലെ വീട്ടിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആൾതാമസമില്ലാത്ത വീട്ടിൽ സെക്യൂരിറ്റി മാത്രമാണുള്ളത്. വാട്ടർ ടാങ്കിലാണ് ബോഡി കണ്ടെത്തിയത്. വിവരങ്ങളുമായി വി കെ ജിഷാദ് ചേരുന്നു. ജിഷാദ്, മരണത്തെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? വാട്ടർ ടാങ്കിലാണ്, അതിപ്പറ്റയിലെ ആൾതാമസമില്ലാത്ത വീടിന്റെ വാട്ടർ ടാങ്കിലാണ് യുവതിയുടെ മൃതദേഹം കാണപ്പെട്ടിട്ടുള്ളത്. 12:30യോടെയാണ് സെക്യൂരിറ്റി ഈ വീട്ടിലെ, അതായത് ആൾതാമസമില്ലാതെ, വീട്ടിലുള്ളവരെല്ലാം വിദേശത്താണ്, ആൾതാമസം ഇല്ലാത്ത വീടാണ്, വീടിന് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഈ പറമ്പിലെ ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ ആമയെ വളർത്തുന്നുണ്ട്. ഈ ആമയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതായി കാണുന്നത്. വീട്ടിൽ സെക്യൂരിറ്റി മാത്രമാണുള്ളത്. വീട് ഉടമസ്ഥർ വിദേശത്താണുള്ളത്. ഇപ്പോൾ സ്ഥലത്ത് വളാഞ്ചേരി CI ബഷീർ C ചെറുക്കലിന്റെ നേതൃത്വത്തിൽ വന്നു പരിശോധന നടത്തുന്നുണ്ട്. സ്ത്രീയുടെ ബോഡി പുറത്തേക്ക് എടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പ്രദേശത്ത് നാട്ടുകാരൊന്നും ഇല്ലാത്തൊരു വിജിന്ന സ്ഥലമാണ് ഇവിടെ. ആ ടാങ്കിലാണ് ഈ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഈ സെക്യൂരിറ്റിക്കോ അല്ലെങ്കിൽ ഈ വീട്ടുടമസ്ഥർക്കോ അറിയാത്ത ഒരു സ്ത്രീയാണ് ഈ വാട്ടർ ടാങ്കിൽ മരിച്ചു കിടക്കുന്നത്. എന്തായാലും സ്ത്രീയുടെ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറം അതിപ്പറ്റയിലെ വീട്ടിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ആൾതാമസമില്ലാത്ത വീട്ടിൽ സെക്യൂരിറ്റി മാത്രമുള്ള ഒരു വീട്ടിലാണ് സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാട്ടർ ടാങ്കിലാണ് ബോഡി കണ്ടെത്തിയത്. വി കെ ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി അമ്പിളി ആത്മഹത്യ ചെയ്തത് സഹപാഠികളുടെയും ഹോസ്റ്റൽ വാർഡന്റെയും മാനസിക പീഡനം മൂലമാണെന്ന് കുടുംബം. അമ്പിളി മനോരോഗിയാണെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായും കുടുംബം ആരോപിക്കുന്നു. ഈ മാസം 5-നാണ് കാസർകോട് ഉദിനൂർ സ്വദേശിയായ PP അമ്പിളിയെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി 11 മണിയോടെ മുറിയിലെത്തിയ സഹപാഠിയാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ അമ്പിളിയെ കണ്ടെത്തിയതെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. എന്നാൽ പുലർച്ചെ 2:12 വരെ അമ്പിളിയുടെ ഫോൺ ഉപയോഗത്തിലുണ്ടായിരുന്നതായി തെളിവുകളുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. സമയം 11 മണിയാണ് നമ്മുടെ പറഞ്ഞത്. വാട്സപ്പിന്റെ ലാസ്റ്റ് സീൻ നമുക്ക് 2:15 വരേക്കും കാണിക്കുന്നുണ്ടായിരുന്നു. അതിനു മുന്നേ തന്നെ അമ്മയും ഒരു 7:30-ക്ക് അമ്മ വിളിച്ചിരുന്നു. അപ്പോഴും നല്ല രീതിയിൽ സംസാരിച്ച കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയെന്ന് നമുക്കറിയില്ല. ഹോസ്റ്റൽ മുറിയിലെ സാധനങ്ങൾ സഹപാഠികൾ അമ്പിളിയുടെ ബാഗിനകത്ത് ഒളിപ്പിച്ചു വെക്കുകയും കാണാതായതായി പരാതി നൽകുകയും ചെയ്തിരുന്നെന്നും അമ്പിളിയുടെ കുടുംബം ആരോപിക്കുന്നു. അമ്പിളിയെ ഒറ്റപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചതായും പഠനം തടസ്സപ്പെടുത്തിയിരുന്നതായും ആരോപണമുണ്ട്. കോളേജ് പ്രൊഫസർ കൂടിയായ ഹോസ്റ്റൽ വാർഡൻ സഹപാഠികളുടെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നതായും കുടുംബം പറയുന്നു. ഫെബി എന്ന് പറഞ്ഞ പെൺകുട്ടി നന്നായിട്ട് ഈ കുട്ടിയെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വീട്ടിൽ സമയാസമയങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിലും അവൾ തന്നെ പറയുന്നു ഇത് പറയാൻ പാടില്ല, ഇത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവിടെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, കുട്ടിയുടെ മറ്റു കുട്ടികളുടെ സാധനം കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവളുടെ പേരിൽ പരാതി കൊടുക്കുകയും അത് വാർഡൻ വന്ന് ഇവൾക്ക് എതിരെ സംസാരിക്കുകയും
ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഹോസ്റ്റലിൽ വെച്ച് കുട്ടിക്ക് കിട്ടിയിരുന്നില്ല. കുട്ടിയുടെ ഇൻറ്റേർണൽ മാർക്ക് വരെ കൊടുക്കുന്നത് അവിടെയുള്ള വാർഡനാണ് ഈ പ്രശ്നത്തിന് ഒരു ഉത്തരവാദി. അമ്പിളി മനോരോഗിയായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും കുടുംബം ആരോപിച്ചു. മരണത്തിലെ ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് അമ്മ പി ഗീത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ബാലരാമപുരത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. രാമപുരം സ്വദേശി കുമാറാണ് മരിച്ചത്. ഇന്ന് രാവിലെ ബാലരാമപുരം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഇരുവാഹനങ്ങളും ഒരേ ദിശയിലായിരുന്നു യാത്ര ചെയ്തത്. ബാലരാമപുരം പോലീസ് കേസെടുത്തു. കുമാറിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോഴിക്കോട് റോഡ് പണിക്കായി എടുത്ത കുഴിയിൽ ബൈക്ക് യാത്രക്കാരൻ വീണ് അപകടം. മുക്കം പൊറ്റശ്ശേരി സ്വദേശി അനൂപിനാണ് പരിക്കേറ്റത്. കൈക്കും കാലിന്റെ തുടയെല്ലിനും പരിക്കുണ്ട്. മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിലെ ടെലിഫോൺ എക്സ്ചേഞ്ച് എടുത്ത് ഡ്രെയിനേജ് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണാണ് അപകടമുണ്ടായത്. അപകടം നടക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ കാണുന്ന തരത്തിലുള്ള യാതൊരു മുന്നറിയിപ്പ് ബോർഡുകളും വെച്ചിട്ടില്ല എന്നും അപകടം നടന്നതിന് ശേഷമാണ് കരാർ കമ്പനിക്കാർ പ്ലാസ്റ്റിക് ഡ്രമ്മുകൾ കൊണ്ടുവച്ചതെന്നും നാട്ടുകാർ ആരോപിച്ചു. മുക്കം ബൈപ്പാസ് റോഡാണിത്, കോഴിക്കോട് റോഡിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു ഡ്രൈനേജിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇവിടെ യാതൊരു വിധത്തിലുള്ള റിഫ്ലക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകട സൂചനകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വെച്ചിട്ടില്ല. ആകെ ചെറിയൊരു ബോർഡും അത് സൈഡിലോട്ട് നീക്കിയിട്ട് ഒരു ബോർഡാണ് വെച്ചിട്ടില്ല. ഒരു ബൈക്ക് യാത്രക്കാരൻ, അവൻ്റെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞിട്ട് പോകുന്ന ഒരു ബൈക്ക് യാത്രക്കാരൻ ഈ ബോർഡ് ശ്രദ്ധിക്കാതെ നേരെ വരികയും ഈ ഡ്രൈനേജിലേക്ക് വീഴുകയുണ്ടായി. ഒരു ആകെ വെച്ചിട്ടുള്ള ഒരു ഡ്രമ്മ് മാത്രമാണ്. ആ ഡ്രം അടക്കിയിട്ടാണ് ആൾ കുഴിയിലേക്ക് വീഴുണ്ടായത്. അപ്പോൾ അത് കുഴിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കമ്പി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. തലനാരൊക്കെ വേണമെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അയാളുടെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അയാളപ്പോൾ സാരമായ പരിക്കോടുകൂടി മറ്റേ EMS-ലുണ്ട്. ഈ ഡ്രമ്മൊക്കെ പിന്നെ ഇപ്പം ഞങ്ങൾ പ്രതിഷേധിച്ചതിന് ശേഷം ഈ ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചതാണ്. അവരെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് 5-6 ഡ്രമ്മ് മാത്രം കൊണ്ടുപോയി വെച്ചു. റിഫ്ലക്ടർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ള ബോർഡാണ് കാണുന്നത്. യാതൊരുവിധ റിഫ്ലക്ടറോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള സിഗ്നലോ കൊടുക്കാനുള്ള യാതൊരു സംവിധാനം ആ ഭാഗത്തും അവർ സജ്ജീകരിച്ചിട്ടില്ല. ഇത്രയും എന്താ പറയുക, അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ 2 കിലോ കഞ്ചാവുമായി കാപ്പ കേസ് പ്രതി പിടിയിൽ. കൊട്ടാരക്കര സ്വദേശി സുഭാഷാണ് പിടിയിലായത്. കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി കേസിലും ഇയാൾ പ്രതിയാണ്. കഞ്ചാവ് കേസിൽ ജാമ്യത്തിൽ കഴിഞ്ഞു വരവെയാണ് വീണ്ടും കഞ്ചാവുമായി പിടിയിലായത്. ഒറീസയിൽ നിന്നും കഞ്ചാവുമായി വരുന്നതിനിടെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പിടിയിലായത്. നാളെ വിഷുവാണ്. നാടെങ്ങും വിഷുവിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. വിഷു പടക്ക വിപണിയിൽ പുതിയ ഇനങ്ങളാണ് ഇത്തവണത്തെ ട്രെൻഡ്. ഐസ്ക്രീം പൂക്കുറ്റിയും ലോലിപോപ്പ് ഗണ്ണും തുടങ്ങി ആഘോഷം വർണ്ണാഭമാക്കുന്ന ഇനങ്ങൾ ഒട്ടനവധിയുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്നും CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. വിഷുവിന്റെ പടക്ക കച്ചവടം ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് വിഷു ആഘോഷത്തിന് ബാക്കിയുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയിലാണ്. വിഷു വിപണിയിൽ ഏറ്റവും അധികം വിറ്റഴിയുന്ന പടക്കങ്ങളും പൂത്തിരികളും അതേപോലെ തന്നെ മറ്റ് വർണ്ണാഭമായ ഇനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ക്രാക്കലിംഗ് ഗണ്ണ്, പിന്നെ പിന്നെ ലോലിപോപ്പ്, പിന്നെ ലഡു എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ലഡു ക്രാക്കലിംഗ് ലഡു. ഇത് ക്രാക്കലിംഗ് ആയിട്ടുള്ള ഫ്ലവർ പോട്ടാണ്. സാധാരണ പോലെ ഈ കമ്പിത്തിരി, പിന്നെ മേശപ്പൂവ്, ചക്രം, അത് വിട്ടിട്ടൊരു കളി ഇല്ല. അതാണ് മെയിൻ ആയിട്ട് പോകണം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഫാൻസി ഐറ്റംസ്, പിന്നെ സ്കൈ ഷോട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ആകാശത്തേക്ക് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇതാണല്ലേ ഇത് 15 ഷോട്ട് വിത്ത് മ്യൂസിക് മെലഡി. ഓ, പാട്ട് കേൾക്കാം. പാടി എന്തോ ഒരു ചൂളം പിടിയോ ശബ്ദമുണ്ട്. ഒന്ന് സാമ്പിളായിട്ട് നമുക്ക് ഇന്നലെ കാണിക്കാം. പുറത്ത് വെച്ച് കത്തിച്ച് നോക്കാം. എന്നാല് അപ്പൊ നമ്മൾ ഈ വെറൈറ്റി സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇത് പൊളിയാട്ടോ. ഇത് ഗണ്ണാണ് ഇനി അല്ലേ? ഓ, പൂക്കുറ്റിയുടെ പോലെ തന്നെയാണ്. പൂക്കുറ്റി
പടക്ക വിപണി അടക്കം എല്ലാം ഇതിനകം സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വിഷുവിന് കണി കാണാൻ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് കണിവെള്ളരി. മുൻപൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് കണിവെള്ളരി നാട്ടിലെത്തിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ അതിന് പരിഹാരമായാണ് പത്തനംതിട്ട ജില്ലയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കണിവെള്ളരി കൃഷി ഇറക്കിയത്. 22 ഏക്കറിലാണ് കുടുംബശ്രീ പ്രവർത്തകർ കണിവെള്ളരി കൃഷി ചെയ്തത്. വിഷു വിപണി ലക്ഷ്യമിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ മാത്രം 22 ഏക്കർ സ്ഥലത്ത് കുടുംബശ്രീ പ്രവർത്തകർ കണിവെള്ളരി കൃഷി ഇറക്കിയത്. കൃഷി വിജയമായതോടെ കുടുംബശ്രീ ചന്തയൊരുക്കി വിഷുവിന് വിപണനവും സാധ്യമാക്കി. ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 69ഓളം ഗ്രൂപ്പുകൾ രൂപീകരിച്ചായിരുന്നു കൃഷി. ഞങ്ങൾ 4 പേര് കൂടി ഒരു ഗ്രൂപ്പായിരുന്നു സംഘകൃഷി തുടങ്ങിയതാണ്. അത് വിഷുവിനെ ലക്ഷ്യമാക്കിയായിരുന്നു ഞങ്ങൾ തുടങ്ങിയ കണിവെള്ളരിയെല്ലാം നല്ല രീതിയിൽ വിളഞ്ഞു. 2 ദിവസങ്ങളിൽ പറിക്കുക. ഞങ്ങൾക്കൊരു വരുമാന മാർഗം കൂടാണ് 4 പേർക്കും. നല്ലൊരു പദ്ധതിയാണ്. മറ്റുള്ള കർഷകർ ഇത് കണ്ട് അടുത്ത വർഷം കൂടുതൽ വിളവെടുക്കാണ്ട് എല്ലാവരും ശ്രമിക്കുക. ഇത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട്. എല്ലാം വിളഞ്ഞ് നിൽക്കുന്ന നല്ല കളറിലാണ് നിൽക്കുന്നത്. വെള്ളരി കൃഷിക്ക് ആവശ്യമായ വായ്പകൾ നൽകിയും സബ്സിഡി അനുവദിച്ചുമാണ് കുടുംബശ്രീ പ്രവർത്തകരെ സഹായിച്ചത്. വിഷുവിന് മികച്ച വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. ഒരു കുടുംബശ്രീ യൂണിറ്റായിട്ടുള്ള ഉണർവ് കുടുംബശ്രീ യൂണിറ്റിൻ്റെ ലോട്ടസ് എന്ന് പറയുന്ന സംഘകൃഷി ഗ്രൂപ്പ് ചെയ്ത ഒരു കണിവെള്ളരി വളരെ മെച്ചപ്പെട്ട രീതിയിൽ വളരെ വിശാലമായ രീതിയിൽ ചെയ്തൊരുക്കിയ ഒരു കണിവെള്ളരിയാണ്. അപ്പം അതിൻ്റെ വിളവ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കണിവെള്ളരിയാണ് ഇത്തവണ നമ്മുടെ ആനിക്കാട് പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളിലും കണി കാണാൻ വേണ്ടി ഒരുക്കുന്നതെന്നുള്ളതാണ് ഈ തവണത്തെ വിഷുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വിഷുക്കാലത്ത് ഇതര സംസ്ഥാനത്തു നിന്നും എത്തിച്ചിരുന്ന കണിവെള്ളരിക്ക് പകരം സ്വന്തം നാട്ടിലെ വെള്ളരി ഉപയോഗിക്കാം എന്നതാണ് പ്രത്യേകത. കണിവെള്ളരി കൃഷിക്ക് പുറമെ ഇടവിളയായി വിവിധ കൃഷികളും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇടുക്കി രൂപത ദേവാലയ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിലും ആയിരക്കണക്കിന് പേർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം നേതൃത്വം നൽകിയ തിരുക്കർമ്മങ്ങളിൽ മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുത്തു. കത്തീഡ്രൽ ദേവാലയ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുരുത്തോല പ്രദക്ഷിണത്തിലും തുടർന്ന് നടന്ന തിരുക്കർമ്മങ്ങളിലും മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുത്തു. ഓശാന ദിനത്തിൽ കുരുത്തോലകളുമായി ഇടുക്കി രാജാക്കാട്ടുകാർ ടൗൺ പ്രദക്ഷിണം നടത്തുമ്പോൾ പങ്കുവെക്കുന്നത് മതസൌഹാർദ്ദത്തിന്റെ സന്ദേശം കൂടിയാണ്. രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന ദേവാലയത്തിൽ ഓശാന ദിനത്തിൽ ആവശ്യമായ മുഴുവൻ കുരുത്തോലകളും എത്തിക്കുന്നത് ഓണംപാറയിൽ മോഹനനാണ്. 8 വർഷമായി രാജാക്കാട്ടുകാർ ഓശാന തിരുനാളിന്റെ സന്ദേശം പങ്കുവയ്ക്കുന്നത് ഓണംപാറയിൽ മോഹനൻ ദേവാലയത്തിലെത്തിക്കുന്ന കുരുത്തോലകൾ കൈകളിലേന്തിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഹൈറേഞ്ചിൽ തെങ്ങുകൾക്ക് വിവിധ രോഗം ബാധിച്ചപ്പോൾ കുരുത്തോല ശേഖരണം പ്രതിസന്ധിയിലായി. ഇത് മനസ്സിലാക്കിയ മോഹനൻ തന്റെ പുരയിടത്തിലെ 23 തെങ്ങുകളിൽ നിന്നും ഓല ശേഖരിച്ച് പള്ളിയിൽ എത്തിക്കുകയായിരുന്നു. 8 വർഷമായി ഇത് തുടരുന്നു. നമ്മളിവിടെ തെങ്ങ് നിൽക്കുമ്പോൾ ഒരു വെറും ഓലയത്, ഇത് പള്ളി ചെന്ന് വെഞ്ചിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മാറി. ഞായറാഴ്ച ദിവസം ഇത് അന്നത്തെ ദിവസം പെരുന്നാളിൻ്റെ അന്ന് ഇത് കൊണ്ട് വരുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ഇതാണ്. എല്ലാവരും ഒരേ സമയത്ത് ഈ ഓലയും കൊണ്ട് വരുമ്പോൾ പിന്നെ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ഇത് കൊടുക്കാന്നുള്ള ഒരു ഇത് വെച്ച് ഇത് എല്ലാ വർഷവും കൊടുത്തേക്കാം. 1000-ലധികം കുടുംബങ്ങളുള്ള ഇടവക ദേവാലയത്തിൽ 5000-ലധികം ഓലകളാണ് ഓശാന ദിനം ആവശ്യമായി വരിക. ടൗൺ ദേവാലയമായതിനാൽ സമീപ ഇടവകകളിൽ നിന്നും വിശ്വാസികൾ എത്തും. ഓശാന ദിനത്തിന് മുന്നോടിയായി ശനിയാഴ്ച തന്നെ മോഹനൻ ഓലകൾ വെട്ടിയൊരുക്കി ദേവാലയത്തിലെത്തിക്കും. ഈ വർഷം നമ്മൾ കുരുത്തോല പെരുന്നാളിനുള്ള ഓല 8ാമത്തെ വർഷമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓല ഇല്ലാത്തതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും കൊടുത്തേക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വർഷം ഇവിടെ നമുക്കും കുറച്ച് കുറഞ്ഞു വരുവാണ് ഓല. അതുകൊണ്ട് ഈ വർഷം കുറച്ച് ഉള്ളത് കുരുത്തോല പെരുന്നാളിനായിട്ട് നമ്മൾ കൊടുത്തേക്കാം. രാജാക്കാട്ടിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന മോഹനൻ സമീപ ഇടവകയായ ജോസ്ഗിരി ദേവാലയത്തിലേക്കും ആവശ്യമായ കുരുത്തോലകൾ നൽകുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം മുതലപ്പൊഴി തുറമുഖത്ത് മത്സ്യബന്ധനം പ്രതിസന്ധിയിലാണ്. അഴിമുഖത്ത് ശേഷിച്ച ഭാഗത്തുകൂടി മണൽത്തിട്ട രൂപപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം.
അഴിമുഖത്ത് മണ്ണടിഞ്ഞത് മൂലം ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് മണൽ നീക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് ഡ്രഡ്ജിംഗ് തുടങ്ങിയത്. ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ തുടരുന്നതിനിടെയാണ് വള്ളങ്ങൾ കടന്നുപോയിരുന്ന തോടിന് സമീപം വീണ്ടും മണൽത്തിട്ട രൂപപ്പെട്ടത്. ഇതോടെ വള്ളങ്ങൾക്ക് കടലിലേക്ക് പോകാനായില്ല. കഴിഞ്ഞ ദിവസം മുതലപ്പുഴയിൽ എത്തേണ്ട വള്ളങ്ങൾ നീണ്ടകരയിലേക്കാണ് പോയത്. വേലിയേറ്റ വേലിയിറക്ക സമയം നോക്കിയാണ് തൊഴിലാളികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിലേക്ക് പോയിരുന്നത്. മത്സ്യബന്ധനത്തിനു ശേഷം മണിക്കൂറുകളോളം കടലിൽ വള്ളം നങ്കൂരമിടും. വേലിയേറ്റ നേരത്ത് വള്ളം ഹാർബറിലേക്ക് എത്തിക്കുന്നതാണ് രീതി. കഴിഞ്ഞ ദിവസം ഇവിടെയും മണൽ അടിയുകയായിരുന്നു. കടലിൽ വള്ളമിറക്കാൻ അഴിമുഖത്ത് കുറഞ്ഞത് 90 മീറ്റർ വീതിയും 6 മീറ്റർ ആഴവും വേണം. നിലവിൽ 30 മീറ്റർ വീതിയും 1 മീറ്റർ ആഴവുമാണ് പൊഴിമുഖത്തുള്ളത്. മഴക്കാലത്ത് മണൽക്കൂനയിൽ വള്ളങ്ങളിടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. നിരവധി മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇവിടെ ജീവൻ നഷ്ടമായിട്ടുള്ളത്. അഴിമുഖത്ത് 2 ലക്ഷം ക്യൂബിക് മീറ്റർ അധികം മണൽ അടിഞ്ഞിട്ടുണ്ടെന്നാണ് കണക്ക്. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് പിലിക്കോട് ശ്രീ രൈരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 30 അംഗ സംഘം നാലമ്പലത്തിൽ പ്രവേശിച്ചു. സംഘം ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥനയും നടത്തി. രൈരമംഗലം ക്ഷേത്രത്തിലെ പ്രവേശന വിലക്കിനെ കുറിച്ച് നേരത്തെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. നാലമ്പലത്തിനുള്ളിൽ സഹസ്രാബ്ദങ്ങളായി ഭക്തജന പ്രവേശനമില്ലാത്ത പിലിക്കോട് ശ്രീ രൈരമംഗലം ഭഗവതി ക്ഷേത്രത്തിലാണ് മേടസംക്രമ ദിനമായ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് സ്ത്രീകൾ ഉൾപ്പെടെ 30 അംഗ സംഘം നാലമ്പലം കടന്ന് ദേവിയെ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ശ്രീകോവിലിന് മുന്നിലെത്തിയ പിലിക്കോട് നിനവ് പുരുഷ സ്വയം സഹായ സംഘത്തിൽപ്പെട്ട ഇവർ നാലമ്പല പ്രവേശന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. തുടർ ദിവസങ്ങളിൽ മുഴുവൻ ഭക്തജനങ്ങളോടും നാലമ്പല പ്രവേശനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 1000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്രത്തിൽ പൂർവാചാര പ്രകാരമാണ് ക്ഷേത്ര ദർശനവും ആചാരാനുഷ്ഠാനങ്ങളും തുടരുന്നതെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ രവീന്ദ്രൻ പറഞ്ഞു. ക്ഷേത്രത്തിലെ എല്ലാ ആചാരങ്ങളും കർമ്മങ്ങളും തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. നാലമ്പലത്തിനും ശ്രീകോവിലിനും ഇടയ്ക്കുള്ള പാട്ടുകൂടിനുള്ളിലൂടെ തന്ത്രിക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ലാത്തതാണ്. നിരവധി സങ്കീർണമായ ചടങ്ങുകൾ ഈ വഴിയിലാണ് നടക്കുന്നതെന്നാണ് പണ്ട് മുതലേ വിശ്വാസികൾ കരുതുന്നത്. നാലമ്പലത്തിലേക്ക് പ്രവേശിച്ചവർ നേരത്തെ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും ക്ഷേത്രാനുഷ്ഠാന പ്രകാരം അത് അനുവദിക്കാനാവില്ലെന്ന് തന്ത്രി അവരെ അറിയിച്ചിരുന്നെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ന്യൂസ് 18 കാസർകോട്. 2022 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ റിയാദിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പാലക്കാട് തെങ്കര അബ്ദുൾ അസീസിനെയാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ മണ്ണാർക്കാട് പോലീസ് റിയാദിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ ചെറിയമ്മയുടെ സുഹൃത്തായ ഇയാൾ അവരുടെ ഒത്താശയോടെയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കേസിൽ അതിജീവിതയുടെ ചെറിയമ്മയെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പീഡനത്തിന് ശേഷം ഗൾഫിലേക്ക് മുങ്ങിയ പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജയിലർ 2 ചിത്രീകരണത്തിനായി പാലക്കാട് അട്ടപ്പാടിയിലെത്തി രജനീകാന്ത്. ഷോളയൂർ, ഗോഞ്ചിയൂർ, ആനക്കട്ടി എന്നിവിടങ്ങളിലാണ് ലൊക്കേഷൻ. ഏകദേശം 20 ദിവസത്തോളം അദ്ദേഹം കേരളത്തിലുണ്ടാകും. താരത്തെ കാണാനെത്തിയ പ്രദേശവാസികളെ രജനീകാന്ത് കാറിൽ നിന്നിറങ്ങി അഭിവാദ്യം ചെയ്തു. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഒരു കുടുംബത്തെ പൂർണ്ണമായി തകർത്തു കളഞ്ഞ സിപിഎമ്മിന്റെ നേതാക്കൾക്കെതിരെ എന്ത് നടപടിയാണ് സിപിഎം സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ഒരു തെറ്റും ചെയ്യാത്ത ഏതെങ്കിലും തരത്തിലൊരു കുടിശ്ശിക വരുത്തിയ ഒരാളുടെ വീട് ജപ്തി ചെയ്യുകയോ ഇനി അതല്ലെങ്കിൽ അവർക്ക് എതിരെ നടപടി സ്വീകരിക്കുകയോ ഒന്നുമല്ല അവിടെ ചെയ്തത്. നിക്ഷേപകനാണ്. ബാങ്കിലേക്ക് പണം കൊടുത്ത് സഹായിച്ച ഒരു നിക്ഷേപകൻ ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ അയാളെ മൃഗീയമായ തരത്തിൽ മർദ്ദിക്കുകയും എല്ലാ അർത്ഥത്തിലും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത് അവസാനം ആത്മഹത്യയിലേക്ക് നയിച്ചു. ഈ സർക്കാരിന്റെ തണലിലാണ് ഈ കുറ്റക്കാരെല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നത്. ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചില പുറംപൂച്ചു നാടകങ്ങളാണ് CPM കളിച്ചത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് നടയിലെ പല സമരങ്ങളും. ആ സമരത്തിൽ നിന്ന് അന്നം തേടുന്ന ചില അതിഥികളുടെ വിശേഷങ്ങളാണ് ഇനി. സെക്രട്ടേറിയറ്റ് നടയിൽ ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് സമര പരമ്പര തുടരുകയാണ്. അതിനിടെ
ആശാസമരപ്പന്തലിലെ ആരോ നൽകിയ ഭക്ഷണപ്പൊതി വാങ്ങി വിശപ്പകറ്റാൻ ശ്രമിക്കുന്ന ഒറ്റയാൻ സമരക്കാരനടുത്തേക്ക് പെട്ടെന്നാണ് ഈ അതിഥികൾ എത്തിയത്. മൂവർക്കും അവരവരുടെ വീതം നൽകി. പിന്നെ വിശപ്പടക്കിയ സംതൃപ്തിയിൽ കൊക്കിനും പ്രാവിനും അണ്ണാനും മടക്കം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ജലാശയങ്ങളിലും തടാകങ്ങളിലും അടിഞ്ഞുകൂടുന്ന മാലിന്യം ഇനി റോബോട്ടുകൾ നീക്കം ചെയ്യും. മാലിന്യ സംസ്കരണത്തിൽ വിപ്ലവം തീർക്കാൻ ലക്ഷ്യമിട്ട് റോബോട്ടിനെ നിർമ്മിച്ച് തിരുവനന്തപുരത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഇതാണ് ഹസ്കി വാട്ടർ ക്ലീനിംഗ് റോബോട്ട്. മലിനജലത്തിൽ മനുഷ്യനിറങ്ങാതെ എങ്ങനെ മാലിന്യം നീക്കാമെന്ന് കാട്ടിത്തരികയാണ് ഈ റോബോട്ട്. ഞങ്ങൾ പല സ്ഥലത്തും ഫ്രഷ് വാട്ടറും ആക്കുളം, പാർവതി പുത്തനാർ ഇത്ര പോലുള്ള അഴുക്ക വെള്ളത്തിലും വാട്ടർ ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ട റിസൾട്ടിലാണ് ഈ കോൾഫോം ബാക്ടീരിയ നല്ല ഹൈ ആയിരുന്നു. പിന്നെ അല്ലാതെ തന്നെ അതിൻ്റെ ഡിസോൾഡ് ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് വേസ്റ്റ് കൊടുക്കണം, അതേപോലെ തന്നെ ആ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇതായിരുന്നു ഞങ്ങളുടെ പ്രോജക്റ്റിലോട്ടെത്തിയത്. ജലാശയത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം ശേഖരിക്കുന്നതിനൊപ്പം ജലത്തിലെ ഓക്സിജൻ അളവ് പരിപാലിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ദൗത്യം കൂടിയുണ്ട് ഈ റോബോട്ടിന്. AI ക്യാമറയുടെ സഹായത്തോടെ ശുചിയാക്കേണ്ട സ്ഥലത്ത് അടിഞ്ഞ മാലിന്യത്തിന്റെ സാമ്പിളും റോബോട്ട് കണ്ടെത്തും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വെള്ളത്തിൽ ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ PVC പൈപ്പും പ്ലൈവുഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ EP ഫോം യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ബോയൻസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കൺവെയർ ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവെയർ ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു DC മോട്ടറും യൂസ് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ ഒരു ഹസ്കി ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സർഫസിലുള്ള വേസ്റ്റുകൾ ക്യാപ്ചർ ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും അത് വേസ്റ്റ് ആണെങ്കിൽ നമ്മുടെ കൺവെയർ ബെൽറ്റ് ആക്റ്റീവ് ആകുന്നതുമാണ്. തിരുവനന്തപുരം മുട്ടത്തറയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികളാണ് റോബോട്ടിനെ വികസിപ്പിച്ചത്. ഒരു സമയം കൊണ്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന വേസ്റ്റുകൾ എടുക്കുകയും ചെയ്യും, അതേസമയം നമ്മുടെ തടാകത്തിലുള്ള വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തടാകത്തിൽ എന്തൊക്കെ തരം ഫ്ലോട്ടിംഗ് വേസ്റ്റ് ആണോ അത് നമ്മളൊരു AI ക്യാമറ വെച്ച് ഡിറ്റക്ട് ചെയ്യും. അതിൽ നമ്മൾ ഒരു തടാകത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന മീൻസ് വൃത്തിയാക്കാൻ പോകുന്ന തടാകത്തിലെ മാക്സിമം ഫ്ലോട്ടിംഗ് വേസ്റ്റുകളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റ നമ്മുടെ AI ക്യാമറയിലേക്ക് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് AI ക്യാമറ അതൊരു മനുഷ്യനാണെങ്കിൽ അവിടെ നിന്ന് കുളിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അത് മനുഷ്യനാണെന്ന് തിരിച്ചറിയുകയും അതുപോലെ തന്നെ അത് വേറൊരു എന്തോ ആവട്ടെ മനുഷ്യ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ഫ്ലോട്ട് ചെയ്ത് കളക്ട് ചെയ്യുകയും ചെയ്തു. റോബോട്ടുകൾ വെള്ളത്തിലിറങ്ങി മാലിന്യം ശേഖരിക്കുന്നതിനൊപ്പം ബയോഫിൽറ്ററിന്റെ സഹായത്തോടെ വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തും. അങ്ങനെ നിരവധി പ്രത്യേകതകളാണ് വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഈ റോബോട്ടിനുള്ളത്. 30,000-ഓളം രൂപ ചെലവിട്ടാണ് നിർമ്മാണം. നിർമ്മാണ ചെലവിന് വേണ്ടിയിട്ട് ഇപ്പം ഏകദേശം ആയത് 25,000-27,000 അടുപ്പിച്ചിട്ടാണ്. ഞങ്ങൾ കൂടുതലും സ്ക്രാപ്പ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റോബോട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ചിലവ് ചുരുക്കിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കൂടുതൽ കോസ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കമ്പോണൻസ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നല്ല കൂടുതൽ ടെക്നോളജി വെച്ച് കൂടുതൽ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കുറേ കൂടെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. PVC പൈപ്പ്, ചെറുതും വലുതുമായ DC മോട്ടോറുകൾ, സോളാർ പാനലുകൾ, ബാറ്ററി, ക്യാമറ എന്നിവയ്ക്ക് പുറമെ സ്ട്രാപ്പുകളും ഉപയോഗിച്ചാണ് നിർമ്മാണം. ന്യൂസ് 18 തിരുവനന്തപുരം. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.